നമസ്കാരം. നമ്മളിപ്പോൾ ഇരിക്കുന്നത് സോയ മാർക്കറ്റ് എന്ന് പറയുന്ന ഇടവക്കോടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. നമുക്കിപ്പോൾ ഉള്ളത് ജസ്റ്റിൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമസ്ഥനാണ്. നമുക്ക് സൂപ്പർ മാർക്കറ്റിനെ പറ്റി ചൊല്ലി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഒരു സൂപ്പർ മാർക്കറ്റ് ബിസിനസ് നടത്തുക, അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇന്ന് നടത്തിക്കൊണ്ട് പോകേണ്ടത്, എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്, പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ കൂടിച്ചേർന്നാലാണ് ഒരു ബിസിനസ് നടക്കുക. അപ്പോൾ ഇതിനെപ്പറ്റിയെല്ലാം നമുക്ക് ജസ്റ്റിനോട് സംസാരിക്കാം. ഹലോ ജസ്റ്റിൻ. ഇപ്പോൾ ജസ്റ്റിനെ ഒരു തുറന്ന ചർച്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് ഈ സൂപ്പർ മാർക്കറ്റ് നടത്തുമ്പോൾ എന്തൊക്കെ പെർമിറ്റുകളും എന്തൊക്കെ നിയമവശങ്ങളുമാണ്, സൂപ്പർ മാർക്കറ്റിൻ്റെ ആരംഭത്തിന് എന്തൊക്കെ ലൈസൻസുകളും പെർമിറ്റുകളുമാണ് ആവശ്യം. ഇതാണ് ആദ്യത്തെ ചോദ്യം. സൂപ്പർ മാർക്കറ്റ് നടത്തുന്നതിന് പ്രധാനമായും 2 ലൈസൻസ് ആവശ്യമുണ്ട്. ഒന്നാമത്തെ ലൈസൻസ് ഹെൽത്ത് അതോറിറ്റിയിൽ നിന്ന് കിട്ടുന്ന പ്രവർത്തനത്തിനുള്ള ലൈസൻസ്. ഹെൽത്ത് അതോറിറ്റി നമ്മുടെ എല്ലാ നഗരസഭയുടെ ഓഫീസുകളുടെ കീഴിലും ഓരോ ഹെൽത്ത് അതോറിറ്റി ഉണ്ടാവും. അവരെ സമീപിച്ച് നമ്മളുടെ ആദ്യം പ്രെമിസസ് ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം പ്രെമിസസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തിയതിനു ശേഷം ആ പ്രെമിസസിന്റെ ഡോക്യുമെന്റ്സുമായിട്ട് ബിൽഡിംഗ് പെർമിറ്റും അതുപോലെ തന്നെ ലൈസൻസിന്റെ ബാക്കി ഡോക്യുമെന്റ്സുമായിട്ട് ഹെൽത്ത് അതോറിറ്റി സമീപിച്ചാൽ അവർ ലൈസൻസ് തരുന്നതായിരിക്കും. ആ ലൈസൻസ് വളരെ വേഗം കിട്ടുന്നതാണ്. ഇപ്പോൾ തന്നെ സർക്കാർ ബിസിനസ് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ട് ഡീംഡ് ലൈസൻസ് എന്നൊരു സിസ്റ്റം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്ത് ലൈസൻസിനുള്ള ഡോക്യുമെന്റേഷൻ എല്ലാം അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ നമുക്ക് ലൈസൻസ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അവിടെ ലൈസൻസ് ഡീംഡ് ആണ്, നമുക്ക് ഓൾറെഡി കിട്ടി എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്ക് ബിസിനസ് അത്രയൊക്കെ സൗകര്യമുണ്ട്. ആ സൗകര്യം സർക്കാർ ചെയ്തു. പിന്നെ വേണ്ട പ്രധാനപ്പെട്ട ലൈസൻസ് എന്ന് പറയുന്നത് പാക്കിംഗ് ലൈസൻസ് ആണ്. ഈ നമുക്കറിയാവുന്ന പോലെ തന്നെ ഈ ഇൻഡസ്ട്രി ഇനി വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അവിടെ കസ്റ്റമർ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ്. കസ്റ്റമർ അവയർനെസ് വളരെ കൂടുതലാണ്. ആ കസ്റ്റമറിന് ഒരു നഷ്ടമുണ്ടാകാത്ത രീതിയിൽ ഒരിതാണ് പാക്കിംഗ് ലൈസൻസ്. പാക്കിംഗ് ലൈസൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ഫൈൻ കിട്ടും. ആ പാക്കിംഗ് ലൈസൻസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ ആ ക്വാണ്ടിറ്റിയും അതിൻ്റെ പ്രൈസും ഡേറ്റ് ഓഫ് പാക്കിങ്, ഡേറ്റ് ഓഫ് എക്സ്പയറി, അതുപോലെ തന്നെ പെർ ഗ്രാം പ്രൈസിങ്ങും കൂടെ ഇപ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ഐറ്റം കൊടുക്കുകയാണെങ്കിൽ 100 ഗ്രാമിൻ്റെ ആണെങ്കിൽ 100 ഗ്രാമിൻ്റെ വിലയോടൊപ്പം തന്നെ 1 ഗ്രാമിൻ്റെ വിലയും കൂടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. ആ ലൈസൻസ് വളരെ അത്യാവശ്യം വേണ്ട ലൈസൻസാണ്. അത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഫൈൻ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ 2 ലൈസൻസുമാണ് പ്രധാനമായിട്ടും നമുക്ക് ലൈസൻസിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടത്. ഒരു സൂപ്പർ മാർക്കറ്റ് പ്രവർത്തിക്കാൻ ഇത് വളരെ അത്യാവശ്യമായ 2 സംഭവങ്ങൾ. ഇനിയും അറിയേണ്ടത് ജസ്റ്റിൻ, ഈ ഒരു സ്ഥാപനം, ഈ ഒരു സൂപ്പർ മാർക്കറ്റ് സോയ മാർട്ട് തുടങ്ങിയപ്പോൾ എന്തൊക്കെയാ വെല്ലുവിളികളാണ്, പ്രാരംഭ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ജസ്റ്റിന് നേരിടേണ്ടി വന്നത്? വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വെല്ലുവിളികൾ വളരെ സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ടീത്തിങ് പ്രോബ്ലംസ് വളരെ വലുതാണ്. വെല്ലുവിളികൾ ആദ്യം വരിക ഫണ്ടാണ്. ഇപ്പോൾ ഫണ്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് മുദ്ര പോലുള്ള അതിൽ സർക്കാർ സംവിധാനങ്ങളുള്ള ഒത്തിരി ലോൺ സൗകര്യങ്ങളുണ്ട്. അത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെയും ആ ഫണ്ടിന്റെ പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാലും ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത് ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ ആ ഏരിയയിലുള്ള ബൈയിങ് ബിഹേവിയർ നമുക്ക് ഒരു തിയററ്റിക്കൽ സ്റ്റഡിയിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതിനേക്കാൾ വലുതാണ് പ്രാക്ടിക്കലായിട്ട് അറിയുക. ആ നാട്ടിൽ ആ സമുദായത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, സേവനങ്ങൾ എന്തൊക്കെയാണ്, അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ കട സക്സസ്ഫുൾ ആയിട്ട് നടത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവിടെ അത്യാവശ്യം വേണ്ടതാണ് ഏതൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള തിരിച്ചറിവ്. ആ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പോൾ തന്നെ ആദ്യമേ ഒട്ടേറെ സപ്ലൈസ് വന്ന് നിൽക്കും. അവർക്കറിയാം ഈ സപ്ലൈയുടെ പൈസ ഉണ്ട്, ഈ ബയറുടെ പൈസ ഉണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അവർ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങൾ കടയിൽ തരാം. ആ ഡംപ് ചെയ്യുന്ന ഐറ്റംസ് പലപ്പോഴും വലിയ പ്രശ്നമായിട്ട് മാറും. അത് മൂവ് ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ റിട്ടേൺ ഒക്കെ വളരെ പ്രയാസമാണ്. അതുപോലെ തന്നെ ആദ്യമേ കൊണ്ടുവയ്ക്കുന്ന പല കടകളും പല സപ്ലൈസും പിന്നീട് ഉണ്ടാകണമെന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് സാധനങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നാം ശരിയായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ സെലക്ട് ചെയ്ത് വയ്ക്കാവൂ. ക്വാണ്ടിറ്റി ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് 2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് 2 മനസ്സിലാക്കി ചെയ്യേണ്ടതായിട്ടുള്ള വെല്ലുവിളിയാണ്. അടുത്ത വെല്ലുവിളിയായിട്ട് വരുന്നത് സ്റ്റാഫിംഗ് ആണ്. ഒരു സ്റ്റാഫിനെ നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ. ഇനിയും ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് ഈ ഇടവക്കോട് പോലൊരു ചെറിയ പ്രദേശം, സോയ മാർട്ട് പോലൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി ജസ്റ്റിൻ തിരഞ്ഞെടുത്തത്? ഇടവക്കോട് ചെറിയ പ്രദേശമാണെങ്കിലും ഒത്തിരി ജനങ്ങൾ നിവസിക്കുന്ന ഒരു പ്രദേശമാണ്. പല സ്ഥലത്തു നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്.
ഈ പ്രദേശത്തെ ഒരു പ്രത്യേകത, ഇവിടെ ഇതുപോലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ അഭാവം കണ്ടതുകൊണ്ടാണ് ഇവിടെ അങ്ങനത്തെ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാൻ വേണ്ടി ശ്രമിച്ചത്. ഇവിടെ ആൾക്കാരുണ്ട്, പർച്ചേസിങ് പവറുണ്ട്. ഇവിടെ ഇല്ലാത്തത് ഇതേപോലുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കുറവ് മനസ്സിലാക്കിയിട്ടാണ് തുടങ്ങിയത്. ആ തീരുമാനം ശരിയായിരുന്നു എന്ന് ഇവിടുത്തെ നല്ലവരായ ജനങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ട് കിട്ടുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ട്. ആ തീരുമാനം ശരിയായിരുന്നു. ഈ ഒരു സൂപ്പർ മാർക്കറ്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്, എന്തെല്ലാം ഘടകങ്ങളാണ്, സൗകര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന്, എല്ലാം കിട്ടുന്ന സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടുന്ന വേണം. കാര്യം ഇവിടെ തൊട്ടടുത്തൊന്നും ഇതേപോലെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു കടയില്ല. അപ്പോൾ ആ രീതിയിൽ എല്ലാ സാധനങ്ങളും കിട്ടുന്നതും ആ സാധനങ്ങൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് വീട്ടിൽ സൗജന്യം എന്ന് പറഞ്ഞാൽ ഫ്രീ ഹോം ഡെലിവറി, ഡെലിവറിക്ക് ഒരു പൈസയും ചാർജ് ചെയ്യാതെ ഡെലിവറി ചെയ്യുന്ന രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ അടുത്ത് അറിയാം, ഒരു 150 രൂപയ്ക്ക് ഒരാൾ ഡെയിലി സാധനം വാങ്ങിച്ചാൽ പോലും അത് സൗജന്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ രീതിയിലും അതുകൊണ്ട് ഇവിടുത്തെ കസ്റ്റമേഴ്സും വളരെ ഹാപ്പിയാണ്. മിക്കവാറും പലപ്പോഴും ഞാൻ കാണുന്നത്, രാവിലെ നമുക്കൊരു വാട്സപ്പിൽ 10-20 ഹോം ഡെലിവറി രാവിലെ 10 മണിക്ക് മുമ്പ് എത്തിക്കേണ്ട ഹോം ഡെലിവറിയുടെ ലിസ്റ്റാണ് കാണുക. അത് നമ്മുടെ സ്റ്റാഫ് അപ്പോൾ തന്നെ അത് പാക്ക് ചെയ്ത് റെഡിയാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുകയും അവർക്ക് അന്നുള്ള ആവശ്യത്തിനുള്ള ചെറിയതോ വലുതായിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഈ സ്റ്റോറിന്റെ ലേ ഔട്ട് അതെങ്ങനെയാണ് തീരുമാനിച്ചത്? ലേ ഔട്ട് തീരുമാനിച്ചത് 2 രീതിയിലാണ്. ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പല സൂപ്പർ മാർക്കറ്റുകളിലും നമ്മളെപ്പോലുള്ള ചെറുകിട സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഒരാൾക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള റാക്കുകൾ അടുത്തടുത്താണ് വെച്ചിരിക്കുക. തട്ടിയും മുട്ടിയും പലപ്പോഴും കൈ മുറിയുന്നതും തോളിൽ മുറിയുന്നതായിട്ടുള്ള അപകടങ്ങൾ പല സൂപ്പർ മാർക്കറ്റിലുണ്ട്. ഇവിടെ അതെല്ലാം മാറ്റി വളരെ ലേ ഔട്ടിൽ പ്ലാനിങ്, ഒരാൾക്ക് 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന രീതിയിലാണ് റാക്കുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ റാക്കുകൾ സെറ്റ് ചെയ്തതോടൊപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള നമ്മുടെ ഡെയിലി ഉപയോഗിക്കുന്ന ഐറ്റംസ് ഒക്കെ അത് പിന്നിലെയും പലപ്പോഴും കണ്ട്, ഈ കാര്യം സൂപ്പർ മാർക്കറ്റ് ബൈയിങ് എന്ന് പറയുന്നത് ഇമ്പൾസ് ബൈയിങ് ആണ്, കണ്ട് അപ്പോൾ തോന്നിയെടുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ തീരുമാനിച്ചുറപ്പിച്ച് വരുന്ന ബൈയിങ്ങും ഉണ്ട്. അപ്പോൾ ഇമ്പൾസ് ബൈയിങ് പ്രൊമോട്ട് ചെയ്യേണ്ട രീതിയിലുള്ള ആ പ്രോഡക്ട്സ് കുറച്ച് കൂടുതൽ നല്ല ഡിസ്പ്ലേയിൽ വെച്ച് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റീവ് ആക്കി വെക്കുകയും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവർ ചോദിച്ചെടുക്കുന്ന ഐറ്റംസ് കുറച്ച് മാറ്റി ഉള്ളിലോട്ടാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ രീതിയിലും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട്. അതായിട്ട് നമുക്ക് അറിയാനുള്ളത്, ജസ്റ്റിൻ, ഈ സ്ഥാപനത്തിൽ എത്ര ജീവനക്കാരുണ്ട്, അവരുടെ റോളുകൾ എന്തൊക്കെയാണ്? ഇവിടെ 3 ജീവനക്കാരുണ്ട്. കൂടാതെ ഞാനും ഇവിടെ മിക്കവാറും സമയം കാണാറുണ്ട്. ഈ 3 ജീവനക്കാർ എൻ്റെ സാന്നിധ്യത്തിലും അസാന്നിധ്യത്തിലും അവരുടെ സ്വന്തം സ്ഥാപനം പോലെ വളരെ ഉത്തരവാദിത്വത്തോടും ആത്മാർത്ഥതയോടെയും പ്രവർത്തിക്കുന്നു. അതാണ് ഈ സ്ഥാപനത്തിൻ്റെ വിജയവും. 3 പേരും രാവിലെ ഞങ്ങൾ 7 മണി മുതൽ രാത്രി 10 മണി വരെ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 7 മണിക്ക് സ്റ്റാഫ് വരികയും ആ 2 പേര് വൈകുന്നേരം വരെ നിൽക്കുകയും പിന്നെ അതിനുശേഷം വേറെ സ്റ്റാഫ് ടേക്ക് ഓവർ ചെയ്യുകയും ചെയ്യുന്നു. ആ 3 സ്റ്റാഫ് വെച്ച് ഞങ്ങൾ രാവിലെ 7 മണി മുതൽ 10 മണി വരെ പ്രവർത്തിക്കുന്നു. വളരെ നീണ്ട ഒരു സേവന സമയമാണോ? അതെ. കാരണം ചിലപ്പോൾ നമ്മൾ 10 മണിക്കായിരിക്കാം, ചിലപ്പോൾ അതിന് തൊട്ട് മുമ്പ് തന്നെ ഒട്ടേറെ കസ്റ്റമേഴ്സ് വരാറുണ്ട്. അതുപോലെ തന്നെ വിളിച്ചും പറയാറുണ്ട്, ഞങ്ങൾ വരുന്നുണ്ട്, പ്ലീസ് ഒന്ന് വെയിറ്റ്, ഞങ്ങൾ 10 മണിക്ക് എത്തും, അഥവാ 5 മിനിറ്റ് ലേറ്റ് ആകണമെങ്കിൽ വെയിറ്റ് ചെയ്യണം എന്ന് വിളിച്ച് പറയുന്ന കസ്റ്റമേഴ്സും ഉണ്ട്. കാര്യം പലരും ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളെ പോലെ, അടുത്ത ബന്ധുക്കളെ പോലെയുള്ള കസ്റ്റമേഴ്സാണ് ഞങ്ങൾക്ക്. വെരി ഗുഡ്. ജസ്റ്റിൻ, പുതിയ ജീവനക്കാരെ നിയമിക്കുമ്പോൾ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് നോക്കുന്നത്? ഏതൊരു സ്ഥാപനത്തെ പോലെയും ഒരു സൂപ്പർ മാർക്കറ്റിന് ജീവനക്കാരാണ് അതിൻ്റെ വിജയം. ഇപ്പോഴത്തെ പുതിയ ബിസിനസ്സുകളുടെ ഭാഗമായിട്ടുള്ള ഹയർ ആൻഡ് ഫയർ പോളിസി അല്ല കൺവെൻഷണൽ ബിസിനസ്സുകളുടെ മാനദണ്ഡം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സ്റ്റാഫിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് സംസാരിച്ച് മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ഇൻ്റർവ്യൂ നടത്തിയതിന് ശേഷം മാത്രമാണ് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ സോഫാർ ഞങ്ങളെടുത്ത ഞങ്ങളുടെ സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു ഫാമിലി പോലെയാണ്. വളരെ 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 ഹാപ്പിയാണ് വിത്ത് ദ ന്യൂ പീപ്പിൾ, വിത്ത് ദ റിക്രൂട്ട്മെൻറ്റ് വി ഹാവ്. വെരി ഗുഡ്. ജസ്റ്റിൻ, എന്തൊക്കെ തരത്തിലുള്ള പരിശീലനമാണ് ഈ ജീവനക്കാർക്ക് ഇവിടെയുള്ള കാലയളവിൽ ലഭിക്കപ്പെടുന്നത്? ഏറ്റവും പ്രാധാന്യമുള്ളത് ഓൺ ദി ജോബ് ട്രെയിനിങ് ആണ്. ഒരു കുട്ടി എത്തിക്കഴിഞ്ഞാൽ തന്നെ ആ കുഞ്ഞിന്, ആ പുതിയ സ്റ്റാഫിന് ഇവിടെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളെയും കുറിച്ചുള്ള ധാരണയാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. കാരണം ഒരു കസ്റ്റമർ വന്ന് ഒരു സാധനം ചോദിക്കുമ്പോൾ അതറിയില്ല, അതെന്താണെന്ന് അറിയില്ല എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പ്രൊഡക്റ്റ് നോളജ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. 2,
കോമ്പറ്റീഷൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. കാര്യം ഒരു പ്രൊഡക്റ്റ് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില്ലെങ്കിൽ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് പ്രോഡക്റ്റോ കൊടുക്കേണ്ട രീതിയിലുള്ള പ്രോഡക്റ്റ് നോളജ്, മാർക്കറ്റ് നോളജ് നമ്മുടെ സ്റ്റാഫുകൾക്ക് അത്യാവശ്യമുണ്ട്. അത് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ, നമ്മുടെ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറും അല്ലാതെ അത് ചിലപ്പോൾ ബാക്കിയുള്ള രീതിയിൽ മെയിൽ അയക്കാനോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഡൗൺലോഡ് ചെയ്ത് ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാനോ രീതിയിലുള്ള ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ബേസിക്കലി കൊടുക്കുന്നത് പ്രൊഡക്റ്റ് നോളജാണ്. അതോടൊപ്പം തന്നെ സെയിൽസ് ട്രെയിനിങ്. ഇവിടെ പലർക്കും പല സൂപ്പർ മാർക്കറ്റിലും കാണുന്ന ഒരിത്, ആൾക്കാർക്ക് സെയിൽസ് ഓറിയൻറ്റഡ് അല്ല. അവർക്ക് ഒരു സെയിൽസ് എങ്ങനെ നടത്തണമെന്നുള്ള ധാരണ ഇല്ല. പലരുടെ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരിതുണ്ട്. ഞങ്ങൾ ആദ്യം കൊടുക്കുന്ന ട്രെയിനിങ് തന്നെ ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റും പ്രാധാന്യമുള്ളതാണ്. ഓരോ ഗസ്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഓരോ കസ്റ്റമറും അവർ ഈ കടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. കസ്റ്റമർ ഈസ് കിങ് ഓഫ് ഓൾ. ഇവിടെ പ്രാദേശിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് എങ്ങനെ ഉറപ്പുവരുത്തുന്നു? പ്രാദേശിക നിയമങ്ങൾ പാലിക്കുന്നത് ഞങ്ങളൊരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ചെക്ക് ലിസ്റ്റ് വെച്ച് പ്രകാരം തന്നെ എല്ലാ ദിവസവും രാവിലെ ഫോർ എക്സാമ്പിൾ വെജിറ്റബിൾസ് നമ്മൾ എല്ലാ ദിവസവും 2 നേരമെങ്കിലും അത് ചെക്ക് ചെയ്യാനും അതിലാവശ്യമായിട്ടുള്ള എന്തെങ്കിലും മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റണം എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റും ചെക്ക് ചെയ്ത് അതിൻ്റെ ഡേറ്റ് ഓഫ് എക്സ്പയറി നോക്കി അത് മനസ്സിലാക്കി മാറ്റേണ്ട രീതിയിലുള്ള ഉത്തരവാദിത്വവും കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രാദേശിക നിയമങ്ങൾ ആ വൃത്തിയും ഹൈജീനായിട്ടും പ്രോഡക്റ്റിൻ്റെ ക്ലെൻലിനെസ്സിലും എല്ലാം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ അടയ്ക്കേണ്ട പ്രധാന നികുതികൾ എന്തൊക്കെയാണ്? അത് എങ്ങനെ ചെയ്യുന്നു? ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് GST ചെയ്യുന്നുണ്ട്. GST എല്ലാ മാസവും 1 മുതൽ മാസാവസാനം വരെയുള്ള ഡേറ്റിൻ്റെ സെയിൽസിൻ്റെ പേരിൽ അതിൻ്റെ നമ്മുടെ ഇൻപുട്ട് ടാക്സ് എടുത്ത് ബാക്കിയുള്ള ടാക്സ് GST അടയ്ക്കുന്നുണ്ട്. അതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിൻ്റെ വഴിയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ITR ഫയൽ ചെയ്യേണ്ട, നമ്മുടെ വരുമാനത്തിൻ്റെ അനുസരിച്ച് അതിൻ്റെ മുതലാളി ITR ഫയൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഈ 2 ടാക്സുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അതെ, മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളും ഇത് തന്നെയാണ്. GST ഒരു സ്ലാബിന് മുകളിലോട്ടാണേൽ 25 lakhsന് മുകളിലോട്ടാണേൽ GST മസ്റ്റാണ്. അതെന്ത് ചെറിയ സേവന രംഗമാണേലും അല്ല പ്രോഡക്റ്റ് വിൽപ്പനയാണേലും. പിന്നെ ITR, ഇതാണ് എല്ലാ മുതലാളിമാരും ചെയ്യുന്നത്. അതുപോലെ GST എടുക്കുന്നതും വളരെ നല്ലതാണ്. കാര്യം GST എടുത്തു കഴിയുമ്പോൾ നമുക്ക് ടാക്സ് എടുക്കാം, നമ്മുടെ ഇൻപുട്ട് ടാക്സ് നമുക്ക് ക്ലെയിം ചെയ്യാനും പറ്റും. ബാക്കിയുള്ള ഡിഫറൻസ് മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അത് വളരെ വലിയ എമൗണ്ട് ആയിട്ട് മാറുന്നുമില്ല. ബഡ്ജറ്റിംഗ്, അക്കൗണ്ടിങ് മുതലായ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ സൂപ്പർ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ഒരു 10-15% മാർക്കപ്പിലുള്ള പ്രൊഡക്ട്സ് ആണ് ഇവിടെ കൂടുതലുള്ളത്. ചിലത് 6% വരും. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി മനസ്സിലാക്കി നമ്മുടെ ഒരു വർഷത്തെ ചിലവെടുത്തിട്ട് നമ്മൾ എല്ലാ ഏപ്രിലും ഒരു ബജറ്റിംഗ് നടത്താറുണ്ട്. ഏപ്രിൽ 1 മുതൽ ബജറ്റിംഗ് പ്രാബല്യത്തിൽ വരുത്താറുണ്ട്. മാർച്ച് അവസാനം തന്നെ ഞങ്ങൾ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റിംഗ് നടത്താറുണ്ട്. നിങ്ങളുടെ ഇൻവെന്ററി, പ്രത്യേകിച്ച് നശിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? നശിക്കുന്ന കാര്യങ്ങൾ പെരിഷബിൾ ഐറ്റംസ് ആണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. പെരിഷബിൾ ഐറ്റംസ് ഇവിടെ കളക്ട് ചെയ്ത് കൊണ്ട് ട്രാഷ് ചെയ്യുന്ന ഗവൺമെൻറ് അതോറിറ്റിയുടെ സ്റ്റാഫുകളുണ്ട്. അവരുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. അവർ വന്നെടുക്കാറുണ്ട്, ഞങ്ങൾ വിളിക്കാറുണ്ട്. സാധനങ്ങൾ പെരിഷബിൾ ഐറ്റംസ് ഒരു ഇതാകുമ്പോൾ ഞങ്ങൾ അവരെ വിളിക്കും, അവരെടുക്കും. അതല്ലാതെയുള്ള പെരിഷബിൾ ഐറ്റംസ് അടുത്തുള്ള കൗ ഫാമിന് കൊടുക്കുന്ന രീതിയിലുള്ള ചില ഇതുകൊണ്ട് അത് അങ്ങനെയും ചെയ്യാറുണ്ട്. ഈ വിതരണക്കാരെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? എന്താണ് പരിഗണിക്കുന്നത് അതിൽ ഒരു വിതരണക്കാരനെ തിരഞ്ഞെടുക്കുന്നതിൽ? വിതരണക്കാരനെ തിരഞ്ഞെടുക്കുന്നതിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ റോളൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഓരോ കമ്പനിക്കും ഓരോ ഏജന്റിനെ, ഓരോ വിതരണക്കാരനെ ഓരോ റൂട്ടിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബൈ ഡിഫോൾട്ട് നമുക്ക് ആ വിതരണക്കാരന് വഴിയെ എടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിനാവശ്യമുള്ള ഡാമേജ് സെറ്റിൽമെന്റ് എല്ലാം കിട്ടുകയുള്ളൂ. നമ്മൾ ഗ്രേ ഏരിയ പർച്ചേസ് ഇല്ല. നമ്മൾ ബില്ലില്ലാത്ത അല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും വാങ്ങുന്ന ആ പർച്ചേസ് ഇല്ല. ഞങ്ങളെല്ലാം ത്രൂ ഒഫീഷ്യൽ പ്രോപ്പർ ചാനൽ. അത് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വിതരണക്കാരനെ തിരഞ്ഞെടുക്കാൻ അവിടെ ഫ്രീഡം ഇല്ല. വിതരണക്കാരനെ കമ്പനികൾ തരുന്നിട്ടുണ്ട്. ആ വിതരണക്കാരനോട് മാത്രമേ നമുക്ക് സാധനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അറിയാനുള്ളത്, ഉപഭോക്താക്കളിൽ നിന്ന് എങ്ങനെയാണ് ഫീഡ്ബാക്ക് എടുക്കുന്നത്? അവർക്ക് എങ്ങനെയാണ് തിരിച്ച് മെസ്സേജ് കൊടുക്കുന്നത്? വിതരണക്കാര്, നമ്മുടെ ഉപഭോക്താക്കൾ വരുമ്പോൾ അവരോട് തന്നെ നമ്മുടെ ആൾക്കാർ വാങ്ങിയതിന് ശേഷം സംസാരിക്കാറുണ്ട്. പലപ്പോഴും മിക്കവാറും കസ്റ്റമേഴ്സിന് വാങ്ങിച്ചിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ മൊബൈൽ നമ്പർ തരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും നമുക്ക് ചോദിക്കാൻ പറ്റില്ല. കിട്ടുന്ന കസ്റ്റമേഴ്സിന് ഞങ്ങളുടെ താങ്ക്സ് ഫോർ പർച്ചേസ് എന്നുള്ളതും റിക്വസ്റ്റ് ഫോർ യുവർ ഫീഡ്ബാക്ക് എന്നുള്ളതും പറയാറുണ്ട്. ഈ മൊബൈൽ നമ്പർ വാങ്ങിക്കാൻ പാടില്ല നിയമം തന്നെയുണ്ട്, കോടതി ഉത്തരവ് തന്നെയുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ
സൗകര്യത്തോടെ അവരുടെ ഇഷ്ടത്തോടെ തരുന്നത് മൊബൈൽ നമ്പർ നമുക്ക് വാങ്ങാം. അവരോട് നമ്മുടെ വാട്സപ്പിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആഡ് ചെയ്യട്ടു എന്ന് ചോദിച്ച് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ മൊബൈൽ നമ്പർ കളക്ട് ചെയ്ത് മെസ്സേജ് അയക്കാറുള്ളൂ. അല്ലാത്തവരുടെ മൊബൈൽ നമ്പർ നമ്മൾ വാങ്ങാറില്ല, അല്ലാത്തവർക്ക് മെസ്സേജ് അയക്കാറില്ല. അവരുടെ കണ്ടന്റ് അവരുടെ സമ്മതത്തോടും അവരുടെ കൺസേണും വാങ്ങിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ ഓക്കെ. പ്രാദേശിക കമ്മ്യൂണിറ്റിയുമായി നിങ്ങൾ എങ്ങനെ ഇടപഴകുകയും എപ്രകാരമാണ് അവരെ ഉപഭോക്താക്കളെ ആകർഷിക്കുകയും ചെയ്യുന്നത്? പ്രാദേശികമായിട്ട് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാം തന്നെ ഇവിടെ ഓരോ പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവരുണ്ട്, ഓരോ അമ്പലങ്ങളുടെ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇവിടെ പ്രാദേശികമായിട്ട് വരുന്ന എല്ലാ പരിപാടികൾക്കും എല്ലാ ഉത്സവങ്ങൾക്കും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കാറുണ്ട്. അവർ ഓരോ കാര്യങ്ങളിലും സ്പോൺസർഷിപ്പായിട്ടും അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളായിട്ട് വരുന്നവരെല്ലാം നമ്മൾ ആ രീതിയിൽ നന്നായിട്ട് തന്നെ അവരെ പരിഗണിച്ചിട്ടുണ്ട്. ആരെ വീടും നമ്മൾ നോ പറയുന്ന രീതിയിൽ പെരുമാറിയിട്ടില്ല. അപ്പോൾ ഈ പ്രാദേശത്തിൻ്റെ ഒരു ഭാഗമാണ്. മുമ്പ് കണക്കാക്കിയതുപോലെയല്ല, ഇപ്പോൾ ഇടവക്കോട് നമ്മുടെ സ്വന്തം ആൾക്കാരെല്ലാം നമ്മളെയും നമ്മുടെ സ്ഥാപനത്തെയും അവരുടെ സ്വന്തമായി കണക്കാക്കുന്നു. വളരെ വളരെ സന്തോഷമുള്ള കാര്യം. സോയ മാർട്ടിന്റെ പ്രമോഷനുകളും അതേപോലെ കിഴിവുകളും നൽകി ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത് എപ്രകാരമാണ്? ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. അത് ചെയ്യുന്നത് ഞങ്ങൾ വാട്സപ്പ് വഴി നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞ കണക്ക് എല്ലാവരെയും അങ്ങനെ അറിയിക്കാൻ പറ്റില്ല. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തുള്ള നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിനകത്തുള്ള എല്ലാവരോടും ഡെയിലി വരുന്ന അല്ലെങ്കിൽ വീക്കിലി വരുന്ന ഓഫർ പ്രൊമോഷൻ ഇതൊക്കെ ഞങ്ങൾ അറിയിക്കാറുണ്ട്. ആ പ്രൊമോഷൻ അറിയിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ചെറിയ ചെറിയ പ്രൊമോഷനായിട്ടല്ല, നല്ല കസ്റ്റമറിന് എന്തെങ്കിലും പുറത്ത് കിട്ടുന്ന രീതിയിലുള്ള പ്രൊമോഷനായിട്ടാണ് ചെയ്യുന്നത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും ഇപ്പോഴത്തെ ഒരു വലിയ പ്രയാസമാണല്ലോ പ്ലാസ്റ്റിക് മാലിന്യം. അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യം തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പുനരുപയോഗം ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി ഇവിടെ സോയ മാർട്ടിൽ ചെയ്യുന്നുണ്ടോ? പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത് നമുക്കിപ്പോൾ സാധനങ്ങൾ തരുന്ന ചില പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ട്. ആ പ്ലാസ്റ്റിക് ഐറ്റംസ് എല്ലാം ഞങ്ങൾ മാറ്റി സൂക്ഷിച്ച് വെക്കുകയും എല്ലാ മാസവും കോർപ്പറേഷനിൽ നിന്ന് ആൾ വന്ന് അത് കളക്ട് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാറുണ്ട്. അത് അവരാണ് ആ ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നടത്തുന്നത്. ഹരിതകർമ്മസേന അല്ലേ? അതെ, ഹരിതകർമ്മസേന എല്ലാ മാസവും വരുന്നുണ്ട്, എല്ലാ തവണയും വരുന്നു. അവർ നമ്മുടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ ജസ്റ്റിൻ, ഇനി നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് വിപുലീകരിക്കാനോ അല്ലെങ്കിൽ പുതിയ ശാഖകൾ തുടങ്ങാനോ അങ്ങനെ എന്തെങ്കിലും പദ്ധതികൾ ഭാവിയിലുണ്ടോ? ഭാവിയിൽ പദ്ധതികളുണ്ട്. കാര്യം ഒരു സൂപ്പർ മാർക്കറ്റും തനിച്ച് ഒരു സ്റ്റാൻഡ് അലോൺ സൂപ്പർ മാർക്കറ്റായിട്ട് നിലനിന്ന് പോകാൻ കുറച്ച് പ്രയാസം വരും. നിലനിന്ന് പോകുന്നേ ഉള്ളൂ, പക്ഷെ നമുക്ക് അതുകൊണ്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകില്ല. അപ്പോൾ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് അത്യാവശ്യമാണ്. ഞങ്ങൾ മൾട്ടിപ്പിൾ ബ്രാഞ്ചസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. ഇനി അടുത്തൊരു ചോദ്യം, ദീർഘകാല ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ഈ സോയ മാർട്ടിനെ പറ്റി? ദീർഘകാല ലക്ഷ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇത് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധന സേവനങ്ങളും നൽകുന്ന ഒരു സൂപ്പർ മാർക്കറ്റായിട്ട് വളരണം എന്നുള്ളൊരാഗ്രഹമാണ്. അത് ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലാകെ ഒട്ടേറെ ബ്രാഞ്ചസുമായി വളരുന്ന ഒരു സ്ഥാപനമാകണം എന്നതാണ് ഞങ്ങളുടെ ദീർഘകാല പദ്ധതി. ഓക്കെ, വളരെ നന്ദി ജസ്റ്റിൻ, ഈ ഇന്റർവ്യൂ നിനക്ക് നൽകിയതിന്. ഇത് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു അറിവായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.